ഇന്ത്യയിൽ ഇൻഷുറൻസ് വളരെയധികം പുരോഗതിയിലാണ്. പോളിസി ഉടമകൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ക്ലെയിമായി കഴിഞ്ഞാലും അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇൻഷുറൻസ് വ്യവസായം സ്വകാര്യവൽക്കരിക്കപ്പെട്ടതോടെ ധാരാളം കമ്പനികൾ വരികയും ജനങ്ങൾക്ക് മത്സരാധിഷ്ഠിതമായ പോളിസികൾ ലഭ്യമാക്കുന്നതിനുള്ള അവസരമുണ്ടായി. പോളിസികളിൽ ധാരാളം റൈഡേഴ്സ് ചേർക്കുകയും അതുവഴി പോളിസി ഉടമകൾക്ക് ധാരാളം അഡീഷണൽ ആനുകൂല്യങ്ങളും കിട്ടുന്നതിനുള്ള സൗകര്യം വന്നു. കമ്പ്യൂട്ടർ അധിഷ്ഠിത സേവനം വന്നതോടുകൂടി കാര്യങ്ങൾ വളരെ എളുപ്പമായി. പോളിസി ഉടമകൾക്ക് തങ്ങളുടെ പോളിസിയുടെ ക്ലെയിം കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നതിനും ബാങ്കിലേക്ക് ഓട്ടോ ട്രാൻസ്ഫറായി ക്ലെയിം തുക വരുന്നതിനും പോളിസിയുടെ സ്റ്റാറ്റസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നതിനും പോളിസി ഡോക്യുമെൻ്റ് ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനും അങ്ങനെ ധാരാളം സൗകര്യങ്ങൾ അധിഷ്ഠിതമായ ഇൻഷുറൻസ് മാർക്കറ്റ് വന്നതോടുകൂടി ലഭ്യമായി. ഇൻഷുറൻസ് കമ്പനികൾ അകാരണമായോ മനഃപൂർവ്വമോ ക്ലെയിം താമസിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ അതിന് പരിഹാരത്തിനായി ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ എന്ന സൗകര്യം വന്നു. ഇത് വളരെയധികം നല്ലൊരു കാര്യമാണ്. കാരണം പോളിസി ഉടമയ്ക്ക് തങ്ങളുടെ കമ്പനിയിൽ നിന്നും മാന്യമായ രീതിയിലുള്ള സേവനം ലഭിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും നമുക്ക് വേറെ പരാതി കൊടുക്കുന്നതിനുള്ള സംവിധാനം മുൻകാലങ്ങളിലുണ്ടായില്ല. ഇൻഷുറൻസ് ഓംബുഡ്സ്മാൻ വന്നതോടുകൂടി അതിനുള്ളൊക്കെ മാറ്റങ്ങൾ വന്നു. നമ്മെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം നിലവിൽ വന്നു. വളരെയധികം നല്ലൊരു കാര്യമാണത്. ഇൻഷുറൻസ് ഏജൻസി ലഭിക്കുന്നതിന് IRDA പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ ഏജൻസി ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സംവിധാനം കൂടി വന്നു. പ്രഗത്ഭരായ ഇൻഷുറൻസ് ഏജൻറ്റുമാർ വരികയും അവർക്ക് വിദഗ്ധ പരിശീലനം ലഭിക്കുകയും പോളിസി ചേരുന്ന വ്യക്തിക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുവാനും പോളിസിയുടെ എല്ലാ വിവിധ വശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വേണ്ടത്ര അറിവ് താങ്കൾ ചേരുന്ന പോളിസിയെപ്പറ്റി നൽകുവാനും സാധിക്കുന്നു. അത് പോളിസി ഉടമയ്ക്ക് തങ്ങളുടെ പോളിസിയിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളും അതിന് പോളിസി ഉടമ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും പോളിസി മുടക്കം വന്നാൽ എന്ത് ചെയ്യണം, അതിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ഏത് സമയത്ത് ലഭിക്കും, അതെങ്ങനെ ലഭിക്കും, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് പോളിസി ഉടമയ്ക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ പരിശീലനം സിദ്ധിച്ച ഏജൻറ്റുമാർ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ ഏജൻറ്റുമാർ തങ്ങളുടെ തൊഴിലിൽ മാത്രം കേന്ദ്രീകരിച്ച് വേറെ യാതൊരുവിധ തൊഴിലിലും വ്യാപൃതരാവാതെ കൃത്യമായ ഇൻഷുറൻസ് പോളിസിയുടെ സേവനത്തിന് മാത്രം വിൽപ്പനയ്ക്കും വിൽപ്പനാനന്തര സേവനത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇതര തൊഴിലുകളിൽ വ്യാപൃതരാവാതെ ഇൻഷുറൻസ് ഏജൻസിയിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് വഴി കാലാകാലങ്ങളിൽ വരുന്ന ഇൻഷുറൻസിൻ്റെ മാറ്റങ്ങളും സാങ്കേതിക വിദ്യയിലെ പരിജ്ഞാനങ്ങളും അതുപോലെ പോളിസി ഉടമയുടെ തുടർ സേവനങ്ങളും കൃത്യമായി ലഭിക്കുന്നതിനുള്ള സൗകര്യമുണ്ടാവും. ഒരു ഇൻഷുറൻസ് പോളിസി ചേരുമ്പോൾ തങ്ങളുടെ ആരോഗ്യസ്ഥിതി വളരെ കൃത്യമായി ചേരുന്ന ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയും ആ ഏജൻറ്റ് അത് കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് വഴി കാലാന്തരത്തിൽ നമുക്ക് വരുന്ന അസുഖം, ചികിത്സ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ക്ലെയിം തടസ്സമില്ലാതെ കൃത്യമായി ലഭിക്കുന്നതിനും ക്ലെയിം ലഭിക്കാതെ വരുന്നതും ഒഴിവാക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമ്മളൊരു പോളിസി എടുക്കുന്ന സാഹചര്യത്തിൽ തങ്ങളുടെ ആരോഗ്യസ്ഥിതി കൃത്യമായി ഏജൻറ്റിനെ ബോധ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ക്ലെയിം സെറ്റിൽമെൻറ്റ് വളരെ കൃത്യമായി നടക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇൻഷുറൻസ് പോളിസി ചേരുന്നതിന് വിളിക്കുക ദേവസി PO